ഹലോ, നമുക്കിന്ന് കപ്പയും ചിക്കൻ കറിയും വെച്ചിട്ടൊരു പിടി പിടിക്കാമേ. ആദ്യം നമുക്ക് സ്റ്റൗ കത്തിച്ച് കുക്കർ വെക്കാം. അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാവേ. ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചത് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. 4 പച്ചമുളകും അതിൻ്റെ കൂടെ ഇട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. 3 സബോള കട്ട് ചെയ്തത് ഇട്ട് നന്നായി മിക്സ് ചെയ്ത് അതിൻ്റെ പുറത്തേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കാം. 1 ടീസ്പൂൺ ഉപ്പ് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ലപോലെ വഴറ്റി കൊടുക്കാം. 2 തക്കാളി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉടഞ്ഞു പോകാതെ വഴറ്റി കൊടുക്കാം. ഇനി മസാലകളാണ്: 2 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ലേശം മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മസാലപ്പൊടി. ഇവ ഇതിലേക്ക് മിക്സ് ചെയ്ത് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്ക് നല്ലപോലെ ഇളക്കിക്കൊണ്ടിരിക്കാം. മസാലയൊക്കെ നല്ലപോലെ മൂത്തെന്ന് തോന്നുന്ന സമയത്ത് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാമേ. നല്ലപോലെ മസാലയൊക്കെ പിടിച്ചതിന് ശേഷം നമുക്ക് കുക്കർ അടച്ച് വെക്കാം. കൃത്യമായിട്ട് 2 വിസിൽ വരുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫാക്കാം. 10 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ ചിക്കൻ കറി നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കപ്പ ഉണ്ടാക്കാവേ. കപ്പ നന്നായിട്ട് ഉടച്ചെടുക്കാം. എന്നിട്ട് നമുക്കൊരു പാൻ വെച്ച് കടുകും കറിവേപ്പിലയും തേങ്ങയും അരച്ച് ചേർത്ത് നമുക്കിതിനെ താളിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ കപ്പയും ചിക്കൻ കറിയും റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ.